ഹലോ, നമ്മളുടെ പുതിയ ഷെഫ് ഇവിടെ എന്താ ഉണ്ടാക്കുന്ന അപ്പൂസേ? പൊട്ടാറ്റോ ഫ്രൈ. അപ്പൂസ് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ പോണ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് കണ്ട, അപ്പൂസാണ് തന്നെ പീലെല്ലാം റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൂസിന് ഇഷ്ടമാണ് ഇത് കുക്കിംഗ് ഒക്കെ ചെയ്യാൻ. അപ്പൂസ് ഇത് പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ എപ്പോഴും അപ്പൂസാണ് തന്നെ ഫ്രൈ ചെയ്യുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞോ അപ്പൂസേ? കഴിഞ്ഞ്. അപ്പൂസ് ഇതാ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതാ ഇങ്ങനെയാണ് ഗൈസ്, എല്ലാം ഈക്വലൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്ത്. ഇനി അടുത്ത് എന്താ ചെയ്യണേ? മുളക് പൊടിയും കുരുമുളകും ഒക്കെ എന്നാ എടുക്ക പാത്രം, ഇത് മാറ്റ്. പാത്രം എടുത്തു. എന്നൊക്കെയാ പൊടികൾ ഇട്ടേ? ഇത് എന്നാ അത്? ഇത് മുളക് പൊടി. അത് മുളക് പൊടി ഇട്. 1 സ്പൂൺ മതിയോ? എരിവ് വേണോ കൂടുതൽ? എന്നാൽ 1 സ്പൂണും കൂടെ ഇടണം. ഒരെണ്ണം മുത്താൻ വേണ്ട, പകുതി മതി. മതി, ഇട്. അടുത്ത തന്നെ. അപ്പം നമ്മൾ മുളക് പൊടി ഇട്ടു. ഇനി അടുത്തത് എന്താ? ഇനി മഞ്ഞൾ കുറച്ചിട്ടാൽ മതി. അത് അധികം ഇടരുത് കേട്ടോ, കയ്പ്പ് വരും. മുളക് മതി. മഞ്ഞപ്പൊടി നമ്മളെപ്പോഴും കുറവേ ഇടാൻ പാടുള്ളൂ, അല്ലെ കഴിക്കും. ഇനി അടുത്തത് എന്താ? കുരുമുളകൊന്നും ഇടണ്ട, പെപ്പർ. ഇത് പെപ്പർ ഇട. ഇനി അടുത്തത് ഉപ്പിടണം. അത് വേണ്ട, അതല്ല താഴെയല്ലേ ഉപ്പിരിക്കുന്നത്. ഉപ്പ് താഴെ പോകരുത്. ഉപ്പെല്ലാം താഴെ കളഞ്ഞിട്ടുണ്ടല്ലോ. ഇടാ, കുറച്ചിടാ. ഇട്ടോ, കുറച്ചും കൂടി ഇടണ്ടേ? ഒരു ലേശം കൂടി ഇട്ടാൽ മതി. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? മിക്സ് ചെയ്യണം. എന്താ ചെയ്യണ്ടേ? എന്താ ഒഴിച്ചിട്ടാ മിക്സ് ചെയ്യണം? എണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തേ. നന്നായിട്ട് മിക്സ് ചെയ്തോ എല്ലാം? ഇനി എന്നാ ചെയ്യണം? ഇനി ഫ്രൈസ് ഇട്ടിട്ട് അത് ഫ്രൈസ് ഇടും. ഫ്രൈസ് ഇട്ടു. ഇനി മിക്സ് ചെയ്തിട്ട് വേഗം. അപ്പോൾ അപ്പൂസ് ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നോക്ക്, മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൂസ്. ഗ്യാസ് ഓണാക്കണം. എന്നാ ഓണാക്കിക്ക് നോക്കട്ടെ, അറിയാവൂന്ന്. മാറി വന്നേക്കാം. ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ. ഇനി ഇതൊന്ന് ഇനി ചൂടാവണം. എന്നിട്ടും പോയി വേണം അതിനകത്തിടാൻ. എണ്ണ ചൂടായോ അപ്പോസേ? എണ്ണ ചൂടായി. ഇനി അടുത്ത എന്നാ പരിപാടി? നമ്മൾ കരിവേപ്പില വേഗം ഇട്ടിട്ട് മാറണം. പതുക്കെ ഇട്ടോണം, അല്ലേ മേത്തോട്ട് പൊട്ടിത്തെറിക്കും. അകന്ന് നിന്നിട്ടോ. ഇട്ടു കരിയാപ്പില ഇട്ട്. ഇനി അടുത്തത് ഇതാ കുറേശ്ശെ എടുത്ത് അങ്ങോട്ടിട്ട്. പൊട്ടിയൊന്നും തിരിക്കില്ല, പതുക്കെ ഇട്ട് ഫുള്ളെടുത്തിട്. ഇട്ട് കഴിഞ്ഞോ? ഫുള്ളിട്. ഇനി എന്നാ ചെയ്യുന്നേ? ചെറുതായിട്ട് അത് ഒത്തിരി നേരം മിക്സ് ചെയ്യരുത്. കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാവുള്ളൂ അധികം, അല്ലേ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് അപ്പൂസ് ഉണ്ടാക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾ ഇട്ടതേ ഉള്ളൂ. ഇനി കുറച്ച് സമയം വേണം ഒന്ന് കുക്കായി വരാൻ. അപ്പം നമുക്കത്ര സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പൂസ് ഇവിടെ ഉണ്ടാക്കാൻ ഇട്ടിട്ട് അവൻ്റെ പാടിന് പോയി. ഞാൻ അങ്ങനെ ഉണ്ടാക്കി. ചിലതെല്ലാം വലിപ്പം കൂടുതലും ചിലത് വലിപ്പക്കുറവുമായിരുന്നു. അതുകൊണ്ട് ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. കാണിക്കാവേ, ഒരാൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് വന്ന് ആൾ എവിടെ പോയി ഇരിക്കുവാന്ന് കണ്ടോണേ. അപ്പം കാണിക്കാൻ ദാണ്ടിരിക്കുന്നു, പോയി ഇരിക്കുക. ഇവിടെയാണ് ഇരിക്കാൻ പറഞ്ഞു, ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്ക, കൊള്ളുവോന്ന്. സ്വയം ഉണ്ടാക്കിയത്. എന്നാ അങ്ങനെ ഇരിക്കണമെന്നറിയാമോ? ഇത്
കൊള്ളുമോ? തന്നെ ഉണ്ടാക്കിയതാ കൊള്ളുമോ എന്ന് പറയാനേ പറ്റുള്ളൂ. കൊള്ളും. ഓക്കേ, അപ്പോൾ